ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. സ്വർഗീയനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിലൊന്നും ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവാം ദൈവമേ, സ്വർഗീയ പിതാവാം ദൈവമേ, പരിശുദ്ധനായ യേശുകർത്താവിന്റെ നാമത്തിൽ, പരിശുദ്ധനായ യേശുകർത്താവിന്റെ നാമത്തിൽ അങ്ങേക്ക് ഇന്നുമെന്നും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ ശബത്ത് ദിവസം വിശുദ്ധീകരിക്കുവാനായി അങ്ങയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ ഈ പരിജ്ഞാനം തന്ന് വഴി നടത്തുന്നതിനായി നന്ദി പറയുന്നു നാഥ. അവിടുത്തെ വചനത്തിന്റെ പാതയിൽ ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ. അങ്ങയുടെ കൃപയുടെ ഫലങ്ങൾ ഞങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തണമേ. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ നിത്യത ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. ലോകമോഹങ്ങളിൽ കീഴ്പ്പെടാതെ ഈ ഭൂമിക്ക് അടിമപ്പെടാതെ അങ്ങയുടെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനും അങ്ങയോടുള്ള വിശ്വാസം ജീവിതത്തിൽ അഭിമാനമായി കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ഇന്നുമെന്നും വർഷിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു കർത്താവേ. ഈ സമയം അങ്ങയോട് പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവും അധികാരിയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് ഞങ്ങളിലുള്ള പാപങ്ങളെ ശോധന ചെയ്ത് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാനായി ഞങ്ങൾക്ക് യോഗ്യത തരണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു യേശുനാഥ. പിതാവാം ദൈവമേ, സകലതും എൻ്റെ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേക്ക് മഹത്വം നൽകുന്നു. ആദിയിലെ പോലെ ഇന്നുമെന്നും വിശ്വസ്തനും നീതിമാനുമല്ലോ. ആമേൻ.
51 സങ്കീർത്തനം കേട്ടോ. സങ്കീർത്തനം 51. ഞാൻ POC ആണ് വായിക്കുന്നത്. POCയിലത്തെയാണ് സങ്കീർത്തനം ഇത്തിരി കൂടി നല്ലതായി തോന്നിയത്, അതുകൊണ്ടാണ് പഠിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും, എന്നെ സന്തോഷഭരിതയാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തപതാകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് നന്മ ചെയ്യണമേ. ആമേൻ. ആദ്യം പറഞ്ഞ കാര്യം, അതായത് POC ആണ് നല്ല ബൈബിളാണ്. ബൈബിളല്ല, POCയിലെ സങ്കീർത്തനങ്ങൾ കുറച്ചുകൂടി ഒരു സങ്കീർത്തനത്തിൽ ബഹുമാനം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് നീ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. നീ എന്റെ എന്നുള്ള, നിന്റെ, നിന്റെ സത്യത്തിലുള്ള വ്യത്യാസതാണ് നീ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. പക്ഷെ POCയിലുള്ള കുറെ ഫോൾട്ടുകളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ നിയമം, ന്യായപ്രമാണം, പിതാവിന്റെ പേര് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് POCയുടെ ഭാഗത്ത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ബഹുമാനം കാണിക്കുന്നതിന് ഈ നീ, അവൻ എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആ രീതി ഇല്ല POCക്ക്. അങ്ങനെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വായിച്ച ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാൻ വേണ്ടത് 17-ാമത്തെ വചനം, ദൈവം ഭോജനയാഗമോ അല്ലെങ്കിൽ പറഞ്ഞ മറ്റുള്ള യാഗങ്ങളല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് പ്രസാദമായ യാഗം എന്താ? ഉരുകിയ ബലി, യാഗം. അപ്പൊ ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്. ആ ഹൃദയത്തെ ശോധന ചെയ്യുന്നതിന് നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് നമ്മുടെ ദൈവത്തിന് മുമ്പിൽ വിഷമം അറിയിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്ന യാഗം. പഴയ നിയമപ്രകാരം നമ്മുടെ അടുത്ത് മാനസാന്തരം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാപം ചെയ്തതിന് പ്രതി യാഗം അർപ്പിക്കുന്നു. പുതിയ നിയമപ്രകാരം നമുക്ക് വേണ്ടി യാഗമായി തീർന്നു യേശുക്രിസ്തു. ഇനി നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്തെ നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ കണ്ണുനീർ കൊണ്ട് ദൈവത്തിന് മുമ്പിൽ മാനസാന്തരപ്പെടുന്നു, നമ്മൾ ചെയ്ത പാപത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിന്റെ കരുണ പ്രവർത്തിക്കുന്നത്, കൃപ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് 2 പത്രോസ് എടുക്കോ. 3:8, 7, 8, 9 വായിച്ചു നോക്കി. 2 പത്രോസ് ആകെ 3 അധ്യായമല്ലേ ഉള്ളൂ. മൂന്നാമത്തെ അധ്യായം എടുക്കും. 3:8. എന്നാൽ പ്രിയമുള്ളവരെ, 2 പത്രോസ് 3:8. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ദൈവത്തിന്റെ സമയമാവുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടും. അതുവരെ ദൈവം നമ്മൾ ദീർഘക്ഷമ കാണിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? എല്ലാവരും മാനസാന്തരപ്പെട്ടിട്ട് ദൈവത്തിലേക്ക് തിരികെ വരുവാനും അതുപോലെ തന്നെ ദൈവത്തിന്റെ രക്ഷയെ കൈവരിക്കുവാനും വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട്, എല്ലാവരും അത് പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ദൈവം ക്ഷമ കാണിക്കുന്നത്. അല്ലാണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാതിരിക്കുന്നതല്ല. ഇനി ഒരു ദിവസം 1000 വർഷം പോലെ എന്ന് പറഞ്ഞ് ഭാഗം ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന്റെ ഒരു ദിവസം മനുഷ്യന് 1000 വർഷം പോലെ, മനുഷ്യന്റെ 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെ എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ.
അപ്പോൾ 1000 വർഷം എന്ന് മനുഷ്യന് പറയുമ്പോഴാണ് നമുക്ക് തന്നിട്ടുള്ള ഉൽപ്പത്തി പുസ്തകം തൊട്ടിട്ട് വെളിപാട് പുസ്തകം വരെ ഉള്ളതിൽ മനുഷ്യരുടെ അതായത് അതിൽ വലിയ 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 അത് മുഖ്യ മനുഷ്യരുടെ പ്രായത്തിന് പറയുന്നുണ്ട്, പ്രായം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആദത്തിൻ്റെ പ്രായമാണെങ്കിലും അല്ലെങ്കിൽ ദാവീദിൻ്റെ പ്രായം, ഓരോരുത്തരുടെയും പ്രായങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ പ്രായങ്ങളുടെ ഉദ്ദേശം ദൈവത്തിൻ്റെ കണക്ക് പ്രകാരം മനുഷ്യരാശിയുടെ ഏജ് കാണിക്കാൻ, എത്ര നാളായി ഈ ഭൂമി മനുഷ്യരാശി വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് പ്രകാരം തന്നെ നമുക്ക് പഠിച്ചെടുക്കുമ്പോൾ ഈ ജീനിയോളജി ഓഫ് ജീസസിൻ്റെ ആ ഒരു ഫാമിലി ട്രീ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് ആദം തൊട്ടിട്ട് യേശുക്രിസ്തു വരെ 4000 വർഷമായി എന്നുള്ളതും ഇപ്പോൾ യേശുക്രിസ്തു പോയിട്ട് 2000 വർഷത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതും. അപ്പോൾ 2000 വർഷത്തേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ 6 ദിവസം, ദൈവത്തിൻ്റെ 6 ദിവസം വന്നു, നമ്മുടെ 6 വർഷം. അപ്പോൾ 7-ാം ദിവസമാണ് ഇത് 1000 വർഷം ക്രിസ്തുവിൻ്റെ ഭരണം. 1000 വർഷം ക്രിസ്തുവിൻ്റെ ഭരണം വരുന്നു. 7-ാം ദിവസം എന്നുള്ളത് ശബത്ത് ഓർമ്മപ്പെടുത്തുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ ആധിപത്യം ഭൂമിയിൽ, ക്രിസ്തുവിൻ്റെ രാജ്യം ഭൂമിയിലേക്ക് വരുന്ന ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഈ ശബത്ത് ദിവസത്തിൽ നമുക്ക് തന്നിട്ടുള്ള റിമംബറൻസ്. അപ്പോൾ ശബത്തിന് നമുക്ക് ഒരുപാട് റിമംബറൻസ് ഉണ്ട്. ഇപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിശ്രമമാകുന്നു. ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ശബത്ത്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ രാജ്യം വരുന്നു എന്നുള്ള 7-ാം ദിവസം, ദൈവത്തിൻ്റെ 7-ാം ദിവസമായിട്ടുള്ള മനുഷ്യർക്കുള്ള 1000 വർഷമുള്ള ഭരണം. ആ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിൻ്റെ ഈ ശബത്ത് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് നമ്മൾ കിടക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് നിത്യതയുടെ ഓർമ്മപ്പെടുത്തൽ വലിയൊരു ഘടകം. അതുപോലെ തന്നെ ദൈവം കൽപ്പനകൾ തന്നതിൽ ഒരൊറ്റ കൽപ്പനയാണ് ദൈവം മനുഷ്യന് അടയാളമായി കൊടുത്തത്. എനിക്കും നിങ്ങൾക്കും അത് അടയാളമായിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത കൽപ്പനയാണ് ശബത്ത്. അപ്പോൾ ശബത്തിൻ്റെ മൂല്യം ഇന്ന് ലോകം മറപ്പിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ആൾക്കാർക്ക് അതിൻ്റെ മഹത്വം അറിയാത്തത്. ഇന്ന് ആൾക്കാർക്ക് കൽപ്പനകളിൽ ശബത്ത് പറഞ്ഞാലും ഏത് ദിവസം ആരാധിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ള ചിന്തയാണ്. പക്ഷേ ആദരിക്കൽ പോലെയല്ല വിശുദ്ധീകരിക്കൽ. ശബത്ത് വിശുദ്ധീകരിക്കേണ്ട ദിവസമാണ്. ആദരിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ സൺഡേ ആദരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ. സംശയം പറയട്ടെ, അതായത് ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. 10ാം മുതിർന്ന ക്ലാസ്സുകളിൽ എല്ലാ വിദ്യാലയങ്ങളിലും ബോർഡിൽ 10 കൽപ്പനകൾ എഴുതുക എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ട് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ 10 കൽപ്പനകളിൽ അവരൊരിക്കലും ശബത്ത് ആചരിക്കാത്ത, അപ്പോൾ ഏതാണ് അവർ 10 കൽപ്പനയായിട്ട് എടുക്കുക? അതിന് POCക്കാരുടെ നിയമപ്രകാരം ശബത്ത് എന്നുള്ള വാക്കല്ല അവർ ഉപയോഗിക്കുന്നത്. കർത്തൃ ദിവസം ആരാധിക്കുക എന്ന് വയ്ക്കണം. അവരുടെ എന്താ കർത്തൃ ദിവസം? ഞായറാഴ്ച. അതെന്താ ദിവസം? ഞായറാഴ്ച. അങ്ങനെ ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഞായറാഴ്ച കർത്താവിന്റെ ദിവസം എഴുതപ്പെട്ടില്ല. ശബത്ത് എന്ന് പറയുന്ന ശാബത്ത് അങ്ങനെ തന്നെ വ്യക്തമായി ബൈബിളിൽ അവരുടെ POC തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അതാ പറഞ്ഞത്, അവർ കർത്തൃ ദിവസം എന്നപ്പോ വിളിക്കുന്നതിന് കർത്തൃ ദിവസം ആരാധിക്കുക എന്നപ്പോ പറയണത്. ഇനി പഠിപ്പിക്കണതും കർത്തൃ ദിവസം. ഇപ്പൊ കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണിലാ പോകുന്നത് സൺഡേ ആണ് കർത്തൃ ദിവസം. ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ. പക്ഷെ ബൈബിളിൽ ഒരൊറ്റ ഭാഗത്ത് പറഞ്ഞു കർത്തൃ ദിവസം എന്നുള്ള ശബത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കർത്താവിന്റെ ദിവസം ശബത്താണ്, അല്ലാതെ സൺഡേ അല്ല. അപ്പോൾ കർത്താവിൻ്റെ ദിവസം വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ട് നിന്നുകൊണ്ട് ദൈവത്തിന് മാത്രം സമർപ്പിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രം ചിന്ത കൊടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നമ്മൾ ഓർക്കുവാനും ആ ഇതിൽ ദൈവത്തെ ആരാധിക്കുവാനും തന്നിട്ടുള്ള ദിവസം ശബത്ത്. അപ്പോൾ ആ ശബത്തിനെ ഇന്ന് മറയ്ക്കുന്നതിന് റീസൺ അന്ത്യനാൾ വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ പറഞ്ഞ ശബത്തിനെതിരായിട്ടാണ്. ആ ബോധം ആൾക്കാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ മാർക്ക് ഓഫ് ദി ബീസ്റ്റിന് വേണ്ടിയിട്ടും മേത്ത് കുത്തിവയ്പ്പിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചിപ്പാണെന്നുള്ള ചിന്താഗതിയിൽ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഈ ചിപ്പ് എന്നുള്ള തിയറി ഇറക്കിയത് സാത്താനിസമാണ്. മേത്ത് കുത്തിവയ്പ്പാണ് മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്നുള്ള ആശയം കൊടുക്കുന്നത് സാത്താനിസമാണ്. അപ്പോൾ ആ ഒരു ആശയത്തിന് പുറകെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ത്യനാൾ വരാൻ പോകുന്ന പരീക്ഷാ കാലത്ത് ദൈവം നമ്മളെ കാക്കും. പരീക്ഷ പിശാചാണ് കൊണ്ടിരുന്നത്. ആ സമയത്ത് ദൈവം നമ്മളെ കാക്കണമെങ്കിൽ നമ്മൾ വചനം പ്രമാണിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് നമുക്ക് വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, പരിച്ഛേദനയും അഗ്രചർമ്മവും അല്ല, നമ്മൾ ദൈവകൽപ്പന പ്രമാണിക്കുന്ന എത്ര കാര്യം എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഒരു 86-ാം സങ്കീർത്തനം വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ദൈവത്തിന് ആരാധിക്കുന്ന ഒരു ദാവീദിന്റെ പ്രാർത്ഥനയാണത്. കർത്താവേ, ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ, ഈ ദാസിയെ രക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസിയുടെ അല്ലെങ്കിൽ അങ്ങയുടെ ദാസൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. അനർത്ഥ കാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു. അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു. കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ ആരുമില്ല. അങ്ങേ പ്രവർത്തികൾക്കു തുല്യമായി മറ്റൊന്നില്ല. കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും.
അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്, വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും. എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ്. പാതാളത്തിന്റെ ആഴത്തിൽ നിന്നും അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു. ദൈവമേ, അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, കഠോര ഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു. അവർക്ക് അങ്ങയെപ്പറ്റി വിചാരമില്ല. എൻ്റെ കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ. ഈ ദാസനെ അങ്ങയുടെ ശക്തി നൽകണമേ. അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. അങ്ങയുടെ കൃപാകടാക്ഷത്തിന്റെ അടയാളം കാണിക്കണമേ. എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ. കർത്താവേ, അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ആമേൻ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു സ്രഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു സ്രഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ആമേൻ. ആമേൻ. സ്വർഗീയ പിതാവേ, ഈ സമയം ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു നാഥ. ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു നാഥ. അവിടുന്ന് ഞങ്ങൾക്ക് കരുണാമയനായ ദൈവമല്ലോ, കരുണാമയനായ ദൈവമല്ലോ. ഞങ്ങളുടെ ജീവിതം അങ്ങിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ, ജീവിതം അങ്ങിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളിലുള്ള കുറവുകൾ നീക്കുവാനായി അങ്ങ് ഞങ്ങളോട് കൃപ കാണിക്കണമേ താഴ്മയോട് അപേക്ഷിക്കുന്നു യേശു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ചിന്തയും അങ്ങേക്ക് യോഗ്യമാവണ്ണം ആകുവാനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ നാഥ. ഈ സമയം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. വരും ശബത്തുകളിലും ഞങ്ങൾക്ക് അങ്ങയുടെ വചനം പ്രമാണിച്ച് അങ്ങയുടെ കൽപ്പന
കൽപ്പനകൾ ഞങ്ങളിൽ നിറവേറുവാനും അങ്ങയുടെ മഹത്വത്തിനായും അങ്ങയുടെ മഹത്വത്തിനായും ഞങ്ങൾക്ക് ഈ ശബത്ത് ദിവസം വിശുദ്ധീകരിക്കുവാനായി സാധിക്കണമേ എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ സകല മഹത്വവും അങ്ങേക്ക് നൽകുന്നു പിതാവേ. ആമേൻ. Israel